Hey guys, welcome back to our channel guys. Welcome back to another video guys. നമ്മൾ ആക്ച്വലി തലവര മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പടം കാണാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് അഖിൽ അനിൽകുമാർ എന്ന് പറഞ്ഞ ആളാണ്. പുള്ളിയും അപ്പു അസ്ലം എന്ന് പറഞ്ഞ ആളും കൂടി ചേർന്നാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നത്. സിനിമോട്ടോഗ്രാഫി ചെയ്തേക്കുന്നത് അനിരുദ്ധ് അനീഷ് എന്ന് പറഞ്ഞ ആളാണ്. എഡിറ്റഡ് ബൈ രാഹുൽ രാധാകൃഷ്ണൻ. മ്യൂസിക് ബൈ ഇലക്ട്രോണിക് കിളി വിജയ് ആനന്ദ്. ഓക്കെ, പിന്നെ പടത്തിലെ കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അർജുൻ അശോകനുണ്ട്, പിന്നെ രേവതി ശർമ്മ, അശോകൻ ചേട്ടനുണ്ട്, പിന്നെ അങ്ങനെ ലോട്ട്സ് ഓഫ് കുറേ അധികം ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ചധികം പുതിയ ആൾക്കാരും ഒക്കെ എല്ലാം കൂടെ വരുന്ന ഒരു കുഞ്ഞു പടമാണ് ഗൈസ്. ആക്ച്വലി പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ്, ഇത് ഒരു സ്കിന്ന് പരമായിട്ടുള്ള ഒരു കണ്ടീഷനിൽ ജീവിക്കുന്ന ഒരാളുടെ കഥ പറയുന്നത് എന്താണ്, അയാളുടെ ലൈഫിലുണ്ടാകുന്ന കുറേ കാര്യങ്ങളും അയാൾക്കുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി ഫീലിങ്സും അയാൾക്കുണ്ടാകുന്ന വിഷമങ്ങളും അയാളുടെ സന്തോഷങ്ങളും ഒപ്പം അയാളുടെ ആഗ്രഹങ്ങളും അയാൾക്ക് ഈ ഒരു കണ്ടീഷൻ കാരണം അയാൾക്ക് എന്തൊക്കെ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ഓവർകം ചെയ്ത് അയാൾക്ക് അതൊക്കെ ചെയ്യണം, അച്ചീവ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചിരുന്ന ഒരു പടമാണ് തലവര. പടത്തിൻ്റെ മെയിൻ ലീഡ് റോൾ ചെയ്തത് അർജുൻ അശോകൻ. ഹാറ്റ്സ് ഓഫ് യു മാൻ. കാരണം പുള്ളി തെളിയിച്ചിരിക്കുകയാണ്. പുള്ളിയെ കൊണ്ട് ഇതുപോലുള്ള ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന്. പുള്ളി ഒരു കിടുക്കൻ ആക്ടറാണ് എന്നുള്ളത് പുള്ളി തെളിയിച്ചിട്ടുണ്ട്. കാരണം ചില സീൻസും ചില ആക്ച്വലി ചില പെർഫോമൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. നമുക്കത് ആക്ച്വലി ഫീൽ ചെയ്യും. അയാളുടെ ആ ഒരു ഇമോഷൻ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഫീലിങ്സ്, ഇമോഷൻ, അയാളുടെ വിഷമങ്ങൾ, ഇതൊക്കെ നമുക്ക് കണ്ടിരിക്കുന്ന ആസ് എ ഓഡിയൻസ് നമുക്കത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ അർജുൻ അശോകൻ്റെ പേരായിട്ട് വന്ന രേവതി ശർമ്മ, അങ്ങനെയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരുടെ പേര്. ഐ ഡോണ്ട് നോ എക്സാക്ട് നെയിം. എനിവേ രേവതി ശർമ്മ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളിക്കാരത്തിൻ്റെ റോൾ ചെയ്തേക്കുന്നത്. കാരണം പുള്ളിക്കാരി തമിഴ്നാട്ടുകാരിയാണ്, എന്നാൽ നമ്മുടെ നാട്ടിൽ വന്ന് ജീവിക്കുന്നു, അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. സോ പുള്ളിക്കാരത്തിയാണ് അർജുൻ അശോകൻ്റെ പേരായിട്ട് വരുന്നത്. സോ പുള്ളിക്കാരത്തി അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള കെമിസ്ട്രി, അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെയൊക്കെ ഉള്ള പല പല സീൻസുകളും നമുക്കതൊരു ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് തോന്നും. ആ ഒരു രീതിക്കാണ് അവർ മേക്ക് ചെയ്തേക്കുന്നത്. അവർ ആക്ടിങ് ആണെങ്കിലും എല്ലാം കിടുവാണ്. അശോകൻ ചേട്ടനാണ് നമ്മുടെ അർജുൻ അശോകൻ്റെ അച്ഛനായിട്ട് വരുന്നത്. ഹരിശ്രീ അശോകനല്ല, മറ്റേ അശോകൻ ചേട്ടനാണ് നമ്മുടെ അർജുൻ അശോകൻ്റെ അച്ഛനായിട്ട് വരുന്നത്. പുള്ളിയുടെ റോളും നൈസാണ്. പിന്നെ ദേവദർശിനി എന്ന് പറയുന്ന ആക്ട്രസ്സാണ് അർജുൻ അശോകൻ്റെയൊക്കെ അമ്മയായിട്ട് വരുന്നതിനകത്ത്. പുള്ളിക്കാരത്തി ആക്ച്വലി ഒരു തമിഴ് ആക്ട്രസ്സാണ്. സോ അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു നല്ലൊരു കുഞ്ഞു പടം. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ബോഡി ഷേമിങ് ചെയ്യുന്നവർ. ഇപ്പോൾ കുറച്ച് വണ്ണം ഉണ്ടെങ്കിൽ പറയും തടിയൻ, ഒത്തിരി മെലിഞ്ഞിരിക്കുകയെങ്കിൽ പറയും എലുമ്പൻ, അങ്ങനെ ലോട്ട്സ് ഓഫ് ഇരട്ട പേരുകൾ വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എപ്പോഴെങ്കിലൊക്കെ ഈ പേര് വിളിക്കുമ്പം ഇത് വിളി കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് നിങ്ങൾ കളിയാക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഇത് എങ്ങനെ ഹേർട്ടാവും, അല്ലെങ്കിൽ പുള്ളി എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിവൃത്തിയില്ല അവർ കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. നിങ്ങൾ കൂട്ടുകാരായതുകൊണ്ടും നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ വിളിക്കുന്നത് അവർ കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷേ അതൊരിക്കലും അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവരതിൽ ഹാപ്പി ആയതുകൊണ്ട് അല്ല അവരൊന്നും മിണ്ടാത്തതും കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരാളെ ഏത് രീതിയിലുള്ള ആൾക്കാരാണെങ്കിലും, ഈവൻ ഇപ്പം ഈ അർജുൻ അശോകൻ ചെയ്ത ക്യാരക്ടർ പോലത്തെ സ്കിൻ ഡിസീസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു കൈയില്ലാത്ത ആൾ, ഒരു കാലില്ലാത്ത ആൾ, അല്ലെങ്കിൽ പോട്ടെ കുറച്ച് വിക്കുള്ള ആൾ, വണ്ണമുള്ള ആൾ, വണ്ണമില്ലാത്ത ആൾ, എനി കൈൻഡ് ഓഫ് പീപ്പിൾസ് എന്തോ ആയിക്കോട്ടെ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പേര്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അത് വെച്ച് മാത്രം നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒറിജിനൽ പേരൊക്കെ വെച്ച് അവർ വിളിക്കുക, സംസാരിക്കുക, പറയുക. അല്ലാതെ ഈ ഇരട്ടപ്പേര്, വട്ടപ്പേര്, എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഇതുപോലെ ഇങ്ങനെ കളിയാക്കുന്ന കുറേ സീനുകളും കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. പിന്നീട് അയാൾക്കത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അയാൾക്കത് ഇഷ്ടമല്ല എന്നുള്ളത് റിയലൈസ് ചെയ്തിട്ട് കൂട്ടുകാരോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരോട് പറയുന്നുണ്ട്, എന്നെ ഇനി ഇങ്ങനെ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് ഇഷ്യൂസും സീൻസും കാര്യങ്ങളും. പിന്നെ അതായത് കേട്ടിട്ട് കൂട്ടുകാരത് റിയലൈസ് ചെയ്ത്, ഓക്കെ അവനെ ഇനി അങ്ങനെ വിളിക്കരുത് എന്ന് റിയലൈസ് ചെയ്ത് മൈൻഡ് ചേഞ്ച് ആവുന്ന കുറച്ചധികം നല്ല സുഹൃത്തുക്കളെയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ നമ്മുടെ കൂട്ടത്തിലും ഇനി അവനെ അങ്ങനെ വിളിക്കരുത്, അല്ലെങ്കിൽ പോട്ടെ അവനത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യരുത് എന്ന് മൈൻഡ് ചേഞ്ച് ആക്കുന്ന കൂട്ടുകാർ നമുക്കിടയിൽ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കാം. ഞാൻ വിശ്വസിക്കുന്നു അവനുണ്ടാവും എന്നുള്ളത്. സോ ഗൈസ്, അപ്പം ഇതൊരു നൈസ് മൂവിയാണ്, നിങ്ങളെല്ലാവരും കാണുക. സോ ഗൈസ്, അപ്പോൾ അതാണ് തലവര മൂവി. കണ്ടില്ലാത്തുണ്ടെങ്കിൽ പോയി കാണുക. നൈസ് പടമാണ്, കുഞ്ഞു പടമാണെന്ന് വെച്ചോണ്ട് ആരും തഴഞ്ഞു കളയണ്ട, പോയി കാണുക, നൈസാണ്. സോ വൺസ് അഗെയിൻ അർജുൻ അശോകൻ, യു ആർ ഡൺ എ ബ്രില്യൻറ്റ് ജോബ് മാൻ.
ഹാറ്റ്സ് ഓഫ്. സോ ഇത് അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.